ഒരു 100 ഗ്രാമൊക്കെയാണ് ഭൂമി പവർ. മറ്റുള്ള വളങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഭൂമി പവർ കുറച്ച് കൊടുത്താൽ മതി. അത് അമിനോ ആസിഡ്, സീവീഡ്, വൈറ്റമിൻസ്, മിനറൽസ്, ഹ്യൂമിക് ആസിഡ് ഇതെല്ലാം ചേർന്നാണ്. ഈ നാടൻ തെങ്ങും കുറച്ച് നാളായിട്ട് ഇങ്ങനെ കായ്ക്കാതെ നിന്നാണ്. പക്ഷേ നമ്മുടെ ഈ വളപ്രയോഗം ചെയ്തു തുടങ്ങിയ പിന്നെ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് വേണ്ടത്. നമ്മുടെ മണ്ണിനകത്ത് ഈ മൈക്രോബ്സ് നന്നായിട്ടുണ്ടാവണം, മണ്ണിരകളുമൊക്കെ നല്ലപോലെ ഉണ്ടാവണം. വളത്തിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ മണ്ണ് വളരെ സോഫ്റ്റാണ്. കണ്ടില്ലേ, മണ്ണ് സോഫ്റ്റായിട്ടിരിക്കുന്നു. നമസ്കാരം. നമ്മളിന്ന് ഈ തെങ്ങിന് ഒരു വളപ്രയോഗം ചെയ്യുകയാണ്. ഇത് 2.5 വർഷം 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ഇനം തെങ്ങാണ്. ഇത്തരം തെങ്ങിനുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് താഴെ തന്നെ നിന്നുകൊണ്ട് തേങ്ങ ഇടാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ ചെല്ലി ഒക്കെ കയറാനുള്ള കൂടുതൽ സാധ്യതയുണ്ട്. ചെല്ലിയുടെ ഒത്തിരി ഉപദ്രവം ഉണ്ടായ ഒരു തെങ്ങാണ്. പക്ഷേ അതിനെ അതിജീവിച്ചാണ് ഇത് നിൽക്കുന്നത്. ഇതിൽ നമ്മൾ വളപ്രയോഗം നടത്തുന്നത് നമ്മുടെ പരമ്പരാഗത രീതിയും പുതിയ ടെക്നോളജിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കൃഷി രീതിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഇതിന് നമ്മൾ നന്നായിട്ട് കമ്പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഓർഗാനിക് കാർബൺ അടങ്ങുന്ന സംഗതികൾ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ചെയ്ത വളത്തിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ മണ്ണ് വളരെ സോഫ്റ്റാണ്. കണ്ടില്ലേ, മണ്ണ് സോഫ്റ്റായിട്ടിരിക്കുന്നു. ഇതാണ് വേണ്ടത്. നമ്മുടെ മണ്ണിനകത്ത് ഈ മൈക്രോബ്സ് നന്നായിട്ടുണ്ടാവണം, മണ്ണിരകളുമൊക്കെ നല്ലപോലെ ഉണ്ടാവണം. അപ്പോൾ അതിന് നമ്മൾ ഇത്തരത്തിലുള്ള വളപ്രയോഗം ചെയ്യുമ്പോഴത്തേക്ക് ആ മണ്ണ് വളരെ സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇതിന് കുറച്ച് നാളായിട്ട് ഇപ്പം വളം ചെയ്യാതിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഒരു വളപ്രയോഗം ചെയ്യുകയാണ്. ഇത് നമ്മൾ ഒരു തെങ്ങിനാണ് ചെയ്ത് കാണിക്കുന്നത്. പക്ഷേ കൂടുതൽ തെങ്ങുകൾക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഈ വളങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റേഷ്യോ കണക്കാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്തിനാണ് ഇത്രയധികം വളമെന്ന് ചോദിക്കും. നമുക്ക് തെങ്ങിനാണെങ്കിലും മറ്റേതിനാണെങ്കിലും NPK വളങ്ങളാണ് കൂടുതൽ വേണ്ടത്. അതിനകത്ത് നൈട്രജൻ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാരണം അതിനകത്ത് പച്ചില, കരിയിലയും അതുപോലെ തന്നെ ഓർഗാനിക് കാർബൺ അടങ്ങിയ കമ്പോസ്റ്റ് ചെയ്ത വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് സഫീഷ്യൻ്റായിട്ട് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളത് കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഫോസ്ഫറസും പൊട്ടാഷുമാണ് കൊടുക്കുന്നത്. പൊട്ടാഷാണ് കായ്ക്കുന്ന തെങ്ങുകൾക്ക് കൂടുതൽ വേണ്ടത്, പൊട്ടാഷാണ്. അപ്പോൾ പൊട്ടാഷ് നമുക്കൊരു 1.5-1.25 കിലോ വരെ ഒരു വർഷം കൊടുക്കാം. നമ്മൾ കൊടുക്കുന്നത് ഇത് ഓർഗാനിക് പൊട്ടാഷാണ്. ഉണ്ടോ, ഇത് ബയോ പൊട്ടാഷാണ്. ഈ ബയോ പൊട്ടാഷാണ് ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസറാണ് കൊടുക്കുന്നത്. അതിപ്പോൾ ഗ്രാനുകളായിട്ടുള്ളത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ സമയത്തോ 1 കിലോ വരെ കൊടുക്കാം. ഇത് 3 അല്ലെങ്കിൽ 4 കുഴിയിലായിട്ട് ഇടുന്നതാണെന്നല്ല. ഇത് ചെറിയ തെങ്ങായതുകൊണ്ട് നമ്മൾ 3 കുഴിയിലാണ് ഇടുന്നത്, അല്ലെങ്കിൽ 4 കുഴിയിൽ ഇട്ട് കൊടുക്കാം. ഇത് 1 മീറ്ററൊക്കെ അകലത്തിലിടുന്നത് നല്ലത്. കാരണം ഇതിൻ്റെ വേരുകൾ എപ്പോഴും ഉള്ളത് കുറച്ച് അകലെയായിരിക്കും. അപ്പോൾ ആ രീതിയിലിട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന 1 കിലോ ഇല്ല, കുറച്ചുകൂടെ വേണമെങ്കിൽ അതിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പൊട്ടാഷ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇതുകൂടാതെ ഈ ശരിക്കും ഫോസ്ഫറസ് ഉണ്ട്. ഫോസ്ഫറസ് കണ്ടൻറ്റ് നമ്മുടെ കേരളത്തിലെ മിക്കവാറും എല്ലാ മണ്ണുകളിലും ഫോസ്ഫറസ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോസ്ഫറസ് വളം അധികം കൊടുക്കുന്നില്ല. ഇപ്പം നമ്മളൊരു 200 ഗ്രാമൊക്കെ വരാവുന്ന രീതിയിൽ അതും കൂടെ ഈ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ സോയിലിനെ കണ്ടീഷൻ ചെയ്യുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ഭൂമി പവർ എന്ന് പറയും. ഈ ഭൂമി പവർ കൊടുക്കുന്നത് ഒരു 100 ഗ്രാമൊക്കെയാണ് ഭൂമി പവർ. മറ്റുള്ള വളങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഭൂമി പവർ കുറച്ച് കൊടുത്താൽ മതി. അത് അമിനോ ആസിഡ്, സീവീഡ്, വൈറ്റമിൻസ്, മിനറൽസ്, ഹ്യൂമിക് ആസിഡ് ഇതെല്ലാം ചേർന്നാണ്. ഇതെല്ലാം നമ്മളിങ്ങനെ കുഴികളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് തട എടുത്തിട്ടിടേണ്ട ആവശ്യമില്ല. കാരണം അത് ലേബർ കോസ്റ്റ് കുറച്ചുകൊണ്ട് കൃഷി എങ്ങനെ ലാഭകരമാക്കാമെന്നാണ് നമ്മൾ മറ്റു രീതിയിൽ ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ തെങ്ങുകൾക്കൊക്കെ ഫംഗസ്, നമ്മുടെ മണ്ണിൽ കൂടുതൽ ഫംഗസിൻ്റെ അറ്റാക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഈ ഫംഗിസൈഡും ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു റൂട്ട് പവർ അല്ലെങ്കിൽ റൂട്ട് ഫംഗസ് ഗാർഡ് എന്ന് പറയും. ഇതൊരു 20 മുതൽ 40 ഗ്രാം വരെ കൊടുത്താൽ മതി. അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം അതിനാവശ്യത്തിന് നമ്മൾ ഒരു സദ്യ കഴിക്കുമ്പോഴത്തേക്ക് ആ സദ്യയിൽ കുറേ കറികൾ കഴിക്കുന്നുണ്ട്. ആ ഓരോന്നിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ന്യൂട്രിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാ സാധനങ്ങളും ഇതിന് കൊടുക്കുന്നുണ്ട്. മറ്റൊരു സാധനം കൊടുക്കുന്ന മൈക്കോറൈസ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റാണ്. മൈക്കോറൈസ എന്ന് പറയുന്ന ഒരു വാമാണ്. അധികം ഒന്നും കൊടുക്കേണ്ട. അതൊരു 20 മുതൽ 40 ഗ്രാം വരെയാണ് വാം നമ്മളിട്ട് കൊടുക്കുന്നത്. മറ്റൊരു സംഗതി കൊടുക്കുന്നത് സിങ്ക് സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു പൗഡറാണ്. സിങ്ക് സൾഫേറ്റ് അത് വളരെ കുറച്ച് കൊടുത്താൽ മതി. 20 ഗ്രാമേ കൊടുക്കുന്നുള്ളൂ. ഒരല്പം സിങ്ക് സൾഫേറ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഇത് സെപ്പറേറ്റ് ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ കൂടെ ഇപ്പോൾ നമ്മൾ എളുപ്പത്തിന് നമ്മൾ കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം
നമുക്ക് മിക്സ് ചെയ്തിട്ട് എല്ലാത്തിനും ഒരു തുല്യ അളവിൽ അങ്ങിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ ഒരു 100 തെങ്ങിന് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓരോന്നിനും ഇങ്ങനെ കൊണ്ടിടുക എന്നുള്ളത് പ്രായോഗികമല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം കൂടെ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇട്ടതിന് ശേഷം ഈ കുഴി അങ്ങ് മൂടുക. മൂടിക്കും. ഇത് വെറുതെ നമുക്ക് ജസ്റ്റ് തട്ടി മൂടിയാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മുടെ വളപ്രയോഗം വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇനി നമ്മൾ ഇതിനോടൊപ്പം തന്നെയോ അതല്ലെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം ഒരു 15 ദിവസം അല്ലെങ്കിൽ 1 മാസമോ കഴിഞ്ഞ് ചെയ്യേണ്ട ഒരു വളപ്രയോഗം കൂടെ ഞാൻ കാണിച്ചു തരികയാണ്. അതിനകത്ത് പ്രധാനമായിട്ടെന്ന് പറയുന്നത് ഒരു സോയിൽ കണ്ടീഷണർ, ഒരു ബയോസ്റ്റിമുലൻ്റ് ആയിട്ടുള്ള പ്രീമിയാണ്. ഇതിനകത്ത് 50ഓളം വ്യത്യസ്തമായ ബാക്ടീരിയകൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. നമുക്കിതൊരു തെങ്ങിന് ഒരു 25 ml ഇത് കൊടുക്കാം. 25 ml. ഇതിനകത്ത് അളവ് പാത്രത്തിൽ നമ്മൾ 25 ml ആണ് എടുത്തിരിക്കുന്നത്. അതൊഴിച്ച് കൊടുക്കുന്നു. ഓക്കെ. അതുപോലെ തന്നെ നൈട്രോക്കിംഗ് എന്ന് പറയുന്ന ഒരു സൂക്ഷ്മ മൂലകങ്ങളുടെ ഒരു കൺസോർഷ്യമാണ് ഈ നൈട്രോക്കിംഗ്. ഈ നൈട്രോക്കിംഗ് നമുക്കൊരു 25 മുതൽ 50 ml വരെ കൊടുക്കാം. നമ്മൾ ഇച്ചിരി കൂടുതൽ കൊടുക്കുകയാണ്. ഇവിടെ 50 ml കൊടുക്കുകയാണ്. കാരണം ഇത് നന്നായിട്ട് കായ്ക്കുന്നൊരു തെങ്ങാണ്. അങ്ങനെ കായ്ക്കുന്ന തെങ്ങുകൾക്ക് നമ്മൾ കൂടുതൽ വളപ്രയോഗം കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നതനുസരിച്ച് നമ്മൾ അങ്ങോട്ടും കൂടെ കൊടുത്താലേ അതിന് വേണ്ടത്ര ഇനിയും കണ്ടിന്യൂ ആയിട്ട് കായ്ക്കുകയുള്ളൂ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ബ്ലൂം എന്ന് പറയുന്ന സംഗതി. ബ്ലൂം എന്ന് പറയുന്നത് ഇതിനകത്തും ഈ ഫ്ലവർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ കായ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒട്ടേറെ കണ്ടൻറ്റുകളുള്ള ഒരു ബയോസ്റ്റിമുലൻ്റ് പ്രോഡക്റ്റാണ്. അതും നമ്മളൊരു 50 ml ആണ് കൊടുക്കുന്നത്. ഓക്കെ. അത് കൊടുക്കുന്നു. ഇതിനകത്ത് ഈ ബോറോൺ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി പരിഹരിക്കുന്നതിന് ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഓക്കെ. ഇതിനൊക്കെ പുറമേ ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അത് പെട്ടെന്ന് ചെടിയിലേക്ക് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളൊരു 5 മുതൽ 10 ml വരെ, ഒരു 10 ml വളരെ കുറഞ്ഞ അളവിലെടുത്തിട്ടുള്ളൂ. ഒരു സ്പ്രെഡോൾ 90 എന്ന് പറഞ്ഞൊരു സ്പ്രെഡർ, അത് സ്പ്രെഡറാണ്, പെനിട്രേറ്ററാണ്, സ്റ്റിക്കറാണ്, അങ്ങനെ ഒരു സാധനമാണ് കൊടുക്കുന്നത്. മണ്ണിൽ എന്തിനാണ് കൊടുക്കണതെന്ന് ചോദിക്കും. പക്ഷേ മണ്ണിൽ ഇതിനെ പിടിച്ചു നിർത്താനും ഇതിനെ പെട്ടെന്ന് ചെടി വലിച്ചെടുക്കാനും സഹായിക്കുന്നതാണ്. ബിജു ഇതൊന്ന് ഒഴിച്ചു, ബിജു ഒന്ന് കോരി ഒഴിച്ചോളൂ. ഇത് ഒന്നുകൂടെ കലക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തോളൂ. ഓക്കെ. ഓക്കെ. ഇത് നമ്മളിനി അതിൻ്റെ ചുറ്റിനും ആ തടത്തിന് ചുറ്റുമായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ തെങ്ങ് നട്ടതും അതിന് പരിപാലനമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ശ്രീ ബിജു. ഈ പറമ്പിലുള്ള എല്ലാ സാധനങ്ങളും പ്ലാൻ ചെയ്തിരിക്കുന്നത് ബിജുവാണ്. ബിജു ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ അടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഇതുപോലെ വളപ്രയോഗം ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ ബിജുവിൻ്റെ സപ്പോർട്ടോടുകൂടി ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതോ വലുതോ ആയിട്ട്, നമ്മുടെ കൃഷി ചെറുതോ വലുതോ ആയിട്ട്, ഇപ്പോൾ 5 തെങ്ങും 10 തെങ്ങും ഉള്ളവരുണ്ട്, 100 തെങ്ങും 200ഉം 500ഉം 1000 ചെയ്യുന്നവരുണ്ട്. 500ഉം 1000 ചെയ്യുന്നവർക്കൊക്കെ ഈ കൃഷി ചെയ്യുന്നതിന് ഭയങ്കര എളുപ്പമാണ് ഇതിൻ്റെ ഈ വളപ്രയോഗം ചെയ്യുന്നത്. കാരണം അവർക്ക് ഒരു 200 ലിറ്ററിൻ്റെ ഡ്രമ്മിനകത്തേക്ക് ഇത് കലക്കിയെടുക്കുക, എല്ലാം കൂടെ കലക്കിയെടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ 10 ലിറ്റർ എടുത്തിട്ട് അതൊഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അതിൽ നിന്ന് കോൺസെൻട്രേറ്റഡ് ഫോമിലെടുത്തിട്ട് 1 ലിറ്റർ എടുത്തിട്ട് 10 ലിറ്റർ വെള്ളം ചേർത്തിട്ട് ഒഴിക്കാനും പറ്റും. അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ വളപ്രയോഗം ചെയ്യാൻ പറ്റും. ആളുകൾക്ക് ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഇതിന് വളപ്രയോഗം ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം ചെയ്യാൻ പറ്റുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ പീരീഡിൽ 2 or 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ പറമ്പ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മണ്ണും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടാനും ഇടവരും. ഇത് ഞാൻ എൻ്റെ പറമ്പിലുള്ള കാര്യം നേരിട്ട് കാണിച്ചു തരുന്നതാണ്. ഇതുപോലെ തന്നെ മറ്റൊരു തെങ്ങ്, അതൊരു നാടൻ തെങ്ങാണ്. ഇതൊരു ഹൈബ്രിഡ് തെങ്ങാണെങ്കിൽ ഇതൊരു നാടൻ തെങ്ങാണ്. ഈ നാടൻ തെങ്ങും കുറച്ച് നാളായിട്ട് ഇങ്ങനെ കായ്ക്കാതെ നിന്നാണ്. പക്ഷേ നമ്മുടെ ഈ വളപ്രയോഗം ചെയ്തു തുടങ്ങിയ പിന്നെ അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിനിപ്പോഴാണ് നമ്മൾ ഇച്ചിരി സീരിയസ് ആയിട്ട്, കാരണം ഇത് കായ്ക്കില്ലെന്നുള്ളൊരു പ്രതീക്ഷയിൽ നിന്നാണ്. പക്ഷേ അതിപ്പോൾ കായ്ച്ചു തുടങ്ങിയപ്പോൾ നന്നായിട്ട് തന്നെ ഉണ്ടാകുന്നുണ്ട്.
ശരിക്കും നാടൻ തെങ്ങിനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. ഓരോ പ്രദേശത്തോടുള്ള ഏറ്റവും പ്രതിരോധ ശേഷിയോടുകൂടി വളരുന്ന തെങ്ങിൻ്റെ തേങ്ങ എടുത്ത് പാകി നിങ്ങൾ നടുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ പ്രദേശത്ത് ഏറ്റവും നന്നായിട്ട് വളരുന്നത്. അല്ല ഏതെങ്കിലും സ്ഥലത്ത് വളരുന്ന ഏറ്റവും നല്ലതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം നമ്മുടെ നാട്ടിൽ നന്നായിട്ട് ഉണ്ടാവണമെന്നില്ല. ഇത് കർഷകരുടെ ഒരു അറിവിന് വേണ്ടി എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഏറ്റവും പ്രതിരോധ ശേഷിയുള്ള തെങ്ങിൻ്റെ വിത്ത് തേങ്ങ എടുത്തിട്ട് അത് മുളപ്പിച്ച് നടുന്നതായിരിക്കും നല്ലത്. ഇതിവിടെ നോക്കുക, അതേ ഈ നിൽക്കുന്ന പ്ലാവുകളൊക്കെ ഇത് വെറുതെ ഒരു എയർ പ്രൂണിങ് ബോട്ടിനകത്ത് നട്ടുകൊടുത്താണ്. അവസാനം ഇതിലൊക്കെ ചക്കയായിട്ട് ഇതിങ്ങനെ കണ്ടമാനം വളർന്നു വന്നപ്പോൾ ഞാനതെല്ലാം മുറിച്ച് കൊടുത്താണ്. ഇതിൻ്റെ ഹെൽത്ത് നിങ്ങൾ നോക്കുക, എത്ര നന്നായിട്ടാണ് അതുണ്ടായി നോക്കുക. ഇതെല്ലാം കായ്ച്ചതാണ്, പക്ഷേ ഇതിന് പറിച്ചു മാറ്റാൻ പറ്റത്തില്ല, കാരണം വേരുകളൊക്കെ താഴേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ നമ്മുടെ ഏത് തരത്തിലുള്ള പ്ലാന്റുകളും നല്ല രീതിയിൽ വളരാനും അത് പൂക്കാനും കായ്ക്കാനും ഒക്കെ നമുക്ക് ഗ്രീൻ പ്ലാനറ്റ് ടെക്നോളജി നിങ്ങളെ സഹായിക്കും. അതിനുവേണ്ട എല്ലാ ഗൈഡൻസും ഞങ്ങളിവിടുന്ന് ആർ കെ ഓർഗാനിക് സെൻ്ററിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമസ്കാരം. താങ്ക് യു.